SMEs സ്ഥിരമായി അനുഭവിക്കുന്ന ഒരു പ്രശ്നം ബ്രാൻഡിംഗ് ആണ്. അതായത് അവർക്ക് അവരുടെ പല പ്രൊഡക്റ്റുകളെയും നല്ല പ്രൊഡക്റ്റുകളാണെങ്കിൽ പോലും അവർക്ക് അതിനെ ബ്രാൻഡ് ചെയ്യാനോ സ്കെയിൽ ചെയ്യാനോ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവർ ഈ പ്രശ്നം പ്രധാനമായും ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ പ്രശ്നമായി എനിക്ക് തോന്നിയിട്ടുള്ളത് പല പ്രൊഡക്റ്റുകൾക്കും അവരുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഡിഫറൻഷിയേഷൻ പറയാൻ സാധിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഒരു ബ്രോസ്റ്റഡ് ചിക്കന്റെ ഔട്ട്ലെറ്റ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് എന്ത് ഡിഫറൻസ് ആണ് KFC ആയിട്ട് അല്ലെങ്കിൽ ചിക്കൻ ആയിട്ട് എന്നൊന്നും പറയാൻ പലപ്പോഴും എനിക്ക് പറ്റുന്നില്ല. നമുക്ക് ഇത് ഭയങ്കര ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, വ്യത്യസ്തമാണ് എന്നൊക്കെ തോന്നാമെങ്കിലും കസ്റ്റമറിന് അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ പല സ്ഥലങ്ങളിലും തോന്നാറില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തെങ്കിലും തരത്തിലുള്ള ഒരു യൂണീക്നെസ് നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ, അതർവൈസ് നിങ്ങൾക്ക് ഇത് ബ്രാൻഡ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. രണ്ടാമത്തെ പോയിന്റ്, കേരളത്തിൽ സ്ഥിരമായി കാണുന്ന ഒരു കാര്യം മെയിൻറ്റെയിനിങ് ബ്രാൻഡ് കൺസിസ്റ്റൻസി എന്നുള്ള സംഭവം തീരെയില്ല എന്നതാണ്. നമ്മളൊരു ലോഗോ ഉണ്ടാക്കും, പക്ഷേ ആ ലോഗോ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തോ സമയത്തോ കളറിലോ ഒന്നും ഉപയോഗിക്കാറില്ല. യൂണിഫോമിൽ പോലും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള ബ്രാൻഡിംഗ് നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ വാഹനങ്ങളെ കൃത്യമായി ബ്രാൻഡ് ചെയ്യാറില്ല. കൺസിസ്റ്റൻസി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അടുത്ത പോയിന്റ് ബിൽഡിംഗ് ബ്രാൻഡ് അവയർനെസ് എന്നുള്ളതാണ്. നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ ഈ ഉൽപ്പന്നം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ആളുകൾ അറിയിക്കണമുണ്ട്. നല്ല ഒരു എമൗണ്ട് മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിന് വിസിബിലിറ്റി ഉണ്ടാവില്ല, ആളുകൾ അത് അറിയില്ല, തിരിച്ചറിയില്ല, മനസ്സിലാക്കില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം മേടിക്കാൻ ഒരാളും വരികയുമില്ല. അപ്പോൾ ആദ്യത്തെ 1-2 വർഷമെങ്കിലും നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് ആളുകളെ അവെയർ ആക്കാൻ വേണ്ടി ശക്തമായ ഒരു 360-ഡിഗ്രി മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു കോംപ്രമൈസും പാടില്ല. നാലാമത്തെ കാരണം കൺസ്യൂമറിന്റെ പ്രിഫറൻസുകളെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതാണ്. നമ്മൾ പലപ്പോഴും ബ്രാൻഡുകൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. എനിക്ക് ഈ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും. കൺസ്യൂമേഴ്സിനെ മനസ്സിലാക്കാതെ, കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസുകൾ മനസ്സിലാക്കാതെ, അവരുടെ മാറി വരുന്ന രീതികളെ മനസ്സിലാക്കാതെ നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്താൽ ചിലപ്പോൾ വലിയ പണി കിട്ടും.